നിർമ്മലമായൊരു ഹൃദയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മതാധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മളിന്ന് ഈ ഞായറാഴ്ചയിൽ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ഈ അൾത്താരയുടെ മുമ്പിൽ ഈശോയോട് കൂടി ബലിയർപ്പിക്കുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, ഈ സുന്ദരമായ പ്രഭാതത്തിന് ബലിയർപ്പിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചതിന് ഈശോയ്ക്ക് ഉള്ളു തുറന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒപ്പം തന്നെ ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകിച്ചോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പുതിയ ആഴ്ചയിലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠന മേഖലകളെയും നമ്മുടെ തൊഴിൽ മേഖലകളെയും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഇന്ന് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്, വചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായി മാറണം എന്നാണ്, ആനന്ദിക്കുന്നവരായി മാറണം എന്നാണ്. സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, പ്രകാരം പറയുന്നു, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, വിശ്വാസമുണ്ടാകും. എപ്പോഴാണ്? രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്നാമതായി, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരിക. ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോഴാണ്, ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ്, ഈശോയിലായിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്, നമുക്ക് ആശ്വാസമുണ്ടാകുന്നത്. ഈശോയുടെ തിരക്കഥയ രൂപത്തിലേക്ക് ഒന്ന് നോക്കി. ഈശോ എല്ലാവരെയും ആടി വിളിക്കുന്നുണ്ട്. രണ്ടിരുകരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരിക, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ആശ്വാസം കണ്ടെത്തുക. രണ്ടാമതായി ഈശോ പറയുന്നു, ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാകിയ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, സന്തോഷമുണ്ടാകും. ഈ രണ്ട് കാര്യം, ഒന്ന് ഈശോയിലേക്ക് വരിക, രണ്ടാമത് ഈശോയിൽ നിന്ന് വിനയഭാവം, ശാന്തശീലത അത് അഭ്യസിക്കുക. ഈ വിനയഭാവവും ശാന്തതയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എത്രമാത്രം പ്രതിസന്ധികൾ വന്നാലും, എത്രമാത്രം അസ്വസ്ഥതകൾ വന്നാലും, എത്രമാത്രം പ്രയാസങ്ങളുണ്ടെങ്കിലും
അവയുടെയൊക്കെ മധ്യേ സന്തോഷവും ആശ്വാസവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ വായന ഇപ്രകാരം പറയുന്നുണ്ട്: അല്ലയോ സിയോൻ പുത്രി, നീ ആനന്ദിക്കുക, നീ ആർപ്പ് വിളിക്കുക, കാരണം നിന്റെ രാജാവ്, നിന്റെ രക്ഷകൻ നിന്റെ അടുക്കിലേക്ക് വരും. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നമ്മൾ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു; രണ്ട്, ഈശോന്റെ അടുക്കിലേക്ക് വരും. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരേ സമയം നടക്കുന്ന വലിയൊരു പ്രക്രിയയാണ്. ഇത് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുക. മൂന്നാമതായി സങ്കീർത്തനത്തിൽ വായിക്കുന്നു: കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കുറച്ചു പേർക്കല്ല, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. 4 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അവിടുന്ന് കരുണാമയനാണ്, കൃപാലുവാണ്, അവിടുന്ന് ക്ഷമാശീലനാണ്, അവിടുന്ന് കാരുണ്യനിധിയാണ്, സ്നേഹസമ്പന്നനാണ്. ഇതെല്ലാം കൊണ്ടാണ് കർത്താവ് നല്ലവനാണെന്ന് പറയുക. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഈ ഇടവകയെക്കുറിച്ച്, നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചൊക്കെ നല്ലത് പറയണമെങ്കിൽ എപ്പോഴും നമ്മളും കർത്താവിനെ പോലെ, ഈശോയെ പോലെ ഈ ഗുണഗണങ്ങൾ, സ്നേഹവും സന്തോഷവും കരുണയും കൃപയും ഒക്കെ നിറഞ്ഞ വ്യക്തികളായി തീരുമ്പോഴാണ് നമ്മെക്കുറിച്ച് പറയുക: ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ഈ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈശോ എല്ലാം നന്നായി ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കട്ടെ: അവൻ, അവൾ എല്ലാം നന്നായി ചെയ്യുന്നു. എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മച്ചി എല്ലാം നന്നായി ചെയ്യുന്നു. എൻ്റെ മകൻ, എൻ്റെ മകൾ എല്ലാം നന്നായി ചെയ്യുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എല്ലാം നന്നായി ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റായിട്ട് മാറുക. ഈശോയെ, എന്നും സന്തോഷം അനുഭവിക്കുവാൻ, ആശ്വാസം അനുഭവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് വരണമേ. അങ്ങയുടെ ഹൃദയത്തിൽ എനിക്ക് അഭയം നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സ്നേഹബലി നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു: എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സ്തുതിക്കുന്നു, ഭക്തരെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച് അവരെ നിത്യമായ സന്തോഷത്താൽ ആനന്ദിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: പ്രിയ സഹോദരരെ, ദൈവത്തിൻ്റെ ആത്മാവ് യാഥാർത്ഥ്യമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മൃതശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനകീർത്തന
മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11:25 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവ്വവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നു, അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ഞങ്ങളവരെ ഒരു നിമിഷം നോക്കിയിരിക്കാം. യഥാർത്ഥത്തിൽ ഇന്ന് പ്രസംഗം പറയണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വായനകൾ കുർബാന സമയത്ത് വായിക്കുകയും ഒപ്പം തന്നെ കുർബാനയുടെ ആദ്യ ഭാഗത്ത് അച്ഛൻ ചൊല്ലിയൊരു പ്രാർത്ഥനയും കൂടി ആയപ്പോൾ 2 വാക്കുകൂടി പറയണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ലത്തീൻ ആരാധനക്രമം അനുസരിച്ച് ഓരോ കുർബാനയുടെയും ആരംഭത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പ്രാർത്ഥനകളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ആ ദിവസത്തേക്കോ ആ ആഴ്ചയിലേക്കുള്ള വലിയ സന്ദേശമായിട്ട് ആ പ്രാർത്ഥന മാറാറുണ്ട്. ഇന്ന് നമ്മൾ ആരംഭത്തിൽ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ദൈവമേ, ലോകത്തെ അങ്ങേ പുത്രൻ്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. പുത്രൻ്റെ താഴ്മയാൽ, എളിമയാൽ, വിനയത്താലാണ് അവിടുന്ന് ഈ ലോകത്തെ സമുദ്ധരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെ പുനരുദ്ധരിക്കുവാൻ, സമുദ്ധരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുത്രനായ ദൈവം കാണിച്ചു തരുന്ന താഴ്മയുടെ മാതൃക നമ്മൾ സ്വീകരിക്കണം. രണ്ടാമതായി നമ്മൾ വായിക്കുന്നു അതേ പ്രാർത്ഥനയിൽ, അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. താൽക്കാലികമായ സന്തോഷമല്ല, നൈമിഷികമായ സുഖങ്ങളല്ല, മറിച്ച് ദിവ്യമായ ആനന്ദം നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ആനന്ദം, സന്തോഷമൊക്കെ അത് ദിവ്യമായിട്ട് മാറണമെന്ന പ്രാർത്ഥനയാണ് ഈ ഞായറാഴ്ച നമ്മൾ നടത്തിയത്. മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നു, അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ. വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. നിത്യമായിട്ടുള്ള സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണം. ചുരുക്കത്തിൽ ഇന്നത്തെ പ്രാർത്ഥനകളും ഇന്നത്തെ വായനകളും നമ്മളോട് ആവശ്യപ്പെടുന്നത് സന്തോഷമുള്ളവരായിട്ട് മാറുക, നിത്യമായ സന്തോഷമുള്ളവരായിട്ട് മാറുക, ദിവ്യമായ ആനന്ദമുള്ളവരായിട്ട് മാറുകയാണ്. ഇന്ന് ഈ ഞായറാഴ്ചയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അടുത്തൊരു വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല, മറിച്ച് ഈ ഒരു ദിവസം എനിക്ക് ദേഷ്യം വരുന്ന എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല, ഞാൻ കോപാകുലനാവില്ല. ഇന്ന് വളരെ ശാന്തതയോടെ, ക്ഷമയോടെ ഞാൻ വ്യാപരിക്കും. അങ്ങനെ ഈ ഒരു ദിവസത്തെ നല്ലൊരു സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ദിവസമാക്കി മാറ്റുമെന്ന് ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ സന്തോഷത്തിൽ, സമാധാനത്തിൽ, ആശ്വാസത്തിൽ ജീവിക്കുമ്പോൾ, അതിൻ്റെ മാധുര്യം ആസ്വദിക്കുമ്പോൾ നാളെയും അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഈ ഒരു പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കാം. അങ്ങനെ ഈ ഒരാഴ്ചയിൽ കർത്താവിൻ്റെ വലിയ കൃപ, കാരുണ്യം അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ എടുത്തു ചാടിന്തയിലൊക്കെ പറയും, പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും. അങ്ങനെ എടുത്തു ചാടി പറയേണ്ട ഒരു സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. എടുത്തു ചാടി പ്രതികരിക്കേണ്ട ഒരു പ്രകൃതമല്ല എനിക്ക് വേണ്ടത്. കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു പുണ്യമാണ്
വിവേകമെന്ന പുണ്യം. ഈ വിവേകമെന്ന പുണ്യം അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും സന്യസ്ത ജീവിതത്തിലാണെങ്കിലും പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിവേകമെന്ന പുണ്യം എനിക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കാം. സോളമൻ കർത്താവിനോട് പ്രാർത്ഥിച്ച അങ്ങനെയാണല്ലോ. സോളമൻ രാജാവ്, കർത്താവെ, എനിക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമൂഹത്തെ, ഈ ജനത്തെ നയിക്കുവാൻ ആവശ്യമായ വിവേകം എനിക്ക് നൽകണമേ. ഈ വിവേകമാണ് നമുക്ക് സന്തോഷം നൽകുക, സമാധാനം നൽകുക. ഈ ഒരു വലിയ പ്രാർത്ഥന ഉള്ളിൽ സൂക്ഷിക്കാം. ഒപ്പം തന്നെ ഈ ഒരു ദിവസം പൂർണ്ണമായി സന്തോഷത്തിലായിരിക്കാൻ, സമാധാനത്തിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പണ്ട് ഞാൻ റോമിൽ വെച്ച് ഒരു ദിവസം കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വൈകുന്നേരമാകുമ്പോൾ നമ്മളൊരു വിളക്ക് കത്തിച്ചാൽ നമുക്കറിയാം ഇരുട്ടുള്ള മുറിയിൽ അത്രമാത്രം ഇരുട്ടുമാണ്. 2 വിളക്ക് അല്ലെങ്കിൽ 2 തിരി കത്തിച്ചാൽ കുറേ കൂടി ഇരുട്ടുമാണ്. എത്രമാത്രം തിരി തെളിക്കുന്നുവോ അത്രമാത്രം ഇരുട്ട് ആ മുറിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഒരു ദിവസവും നമ്മൾ ഓരോ നല്ല വാക്ക് പറയുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത്രമാത്രം ഇരുട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. അന്ന് ആ കുർബാന കഴിഞ്ഞ് ഞാനൊരു വീട്ടിൽ വെഞ്ചരിക്കാനായി, ഒരു വീട് വെഞ്ചരിക്കാനായി പോയി. അങ്ങനെ വീട് വെഞ്ചരിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവിടെയുള്ള ആരോ 2 തിരികൾ കത്തിച്ചു. അപ്പോൾ അടുത്ത് നിന്നിരുന്ന ആരോ ഒരാൾ വന്ന് ഒരു തിരി കെടുത്തി കളഞ്ഞു. അപ്പോൾ അവിടെ നിന്ന ഒരു ചേട്ടൻ, അന്ന് രാവിലെ കുർബാനയ്ക്ക് വന്ന ചേട്ടൻ പറഞ്ഞെങ്ങനെയാണ്, ഇന്ന് കാലത്തുകൂടി അച്ഛൻ പറഞ്ഞതാണ് കുർബാനയ്ക്ക് എത്രമാത്രം തിരി കത്തിക്കോ അത്രമാത്രം ഇരുട്ട് വീട്ടിൽ നിന്ന് മാറും. അപ്പയാണ് 2 തിരി കത്തിച്ചപ്പോൾ ഒരാൾ വന്ന് ഒരു തിരി കെടുത്തിയത്. അത് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ ചേട്ടൻ തിരി കത്തിക്കുക. ഇത് വളരെ ലളിതമാണ്, പക്ഷേ പ്രിയമുള്ളവരെ ജീവിതത്തിൽ വളരെ സുന്ദരമാണ്. ജീവിതത്തിൽ ഒത്തിരി നല്ല വാക്കുകളുടെ തിരികൾ, നല്ല പ്രവൃത്തികളുടെ തിരികൾ, നല്ല ചിന്തകളുടെ തിരികൾ നമുക്ക് തെളിയിക്കാം. അങ്ങനെ അന്ധകാരെല്ലാം മാറ്റി സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെയുള്ള ഒരു ജീവിതം, വിനയവും ശാന്തതയും കൈമുതലാക്കിയ ഒരു ജീവിതം, വിവേകമുള്ള ഒരു മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമുക്ക് മാറാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവ് കന്യകാമറിയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുതും വലുതുമായ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. COVID-19 വലിയ ശക്തിയാൽ ഒത്തിരി പേര് രോഗികളായി മാറുന്നുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വലിയ വ്യാധിയെ നമ്മിൽ നിന്ന് അകറ്റുവാൻ അഹോരാത്രം അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഭരണാധികാരികളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, വിവിധ സംഘടനാംഗങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ വലിയ പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ ഓർക്കാം. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഒപ്പം തന്നെ ശാരീരിക മാനസിക രോഗങ്ങളിൽ വലയുന്നവർ, ഈ ആഴ്ചയിൽ പലവിധ ഓപ്പറേഷൻ വിധേയരാകുന്ന രോഗികളെ സമർപ്പിക്കാം. കിടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്. വളരെ പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ട് വ്യസനിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർക്കാം. പലവിധ തടസ്സങ്ങൾ മൂലം വിവാഹം നടക്കാതിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിനു വേണ്ടി കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. അവരുടെ പഠന മേഖലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയെ ഞാൻ അനുഗ്രഹിക്കണമേ, അവിടുത്തെ സൗഖ്യദായകമായ കരസ്പർശം നമുക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൊന്ന് ചേർന്നർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ
ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച് അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ഒന്നു ചേർന്ന് ആലപിക്കുന്നു. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോയുടെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി കൈകൾ കൂട്ടിപ്പിടിച്ച് ആയിരിക്കാം. എന്ന വചനത്തിൽ ഈശോയോട് ചെയ്തതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരിക. ഈശോ ക്ഷണിക്കുകയാണ്. ഈശോയുടെ കൂടെയായിരിക്കും, ഈശോയിലായിരിക്കാം, ഈശോയോടൊത്തായിരിക്കുക. നമുക്ക് ഈശോയുടെ അടുക്കലായിരിക്കാം, ഈശോയുടെ കൂടെയായിരിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, മാടി വിളിക്കുന്ന ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ നമ്മൾ മാന്തിക്കേണ്ട, വിഷമിക്കേണ്ട. ഇരുകരങ്ങളും നീട്ടിപ്പിടിച്ച് ഈശോ വിളിക്കുന്നു, വരിക എൻ്റെ അടുക്കിലേക്ക്. ഒന്നാമത്തെ വായനയിൽ വചനം നമ്മൾ സൂചിപ്പിച്ചതുപോലെ, സിയോൻ പുത്രി നീ ആനന്ദിക്കുക, നിന്റെ രാജാവ് വിനയാന്വിതനായി നിന്റെ അടുക്കിലേക്ക് വരും, നീ സന്തോഷിക്കുക. അതേ പ്രിയമുള്ളവരെ, നമ്മെ ഈശോ മാടി വിളിക്കുമ്പോൾ തന്നെ ഈശോ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്നു. ഈശോയുടെ കരങ്ങളിലായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ ഇന്ന് നമ്മളോട് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിനും. ഈശോയിൽ നിന്ന് നമുക്ക് പഠിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ, അങ്ങയെ പോലെ എന്നും ശാന്തതയുള്ള വിനീത ഹൃദയഭാവമുള്ള ഒരു മകളാക്കി എന്നെ മാറ്റണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ തിരുമുമ്പിൽ നമുക്കായിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളിൽ പരിശുദ്ധാത്മാവിലുമായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതരിഷ്യനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. പിതാവേ, ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ പതുവായ വിശുദ്ധ അന്തോണീസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യം ശക്തിയും മാധവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ
ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടം ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടം ദൈവത്തിൻ കുഞ്ഞാടേ ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്തരം മഹത്തായ ബലിവസ്തുക്കളാൽ സന്തൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
സ്നേഹമുള്ളവരെ, 2-3 അറിയിപ്പുകളുണ്ട്. അല്പം നീണ്ട അറിയിപ്പുകളാണ്. ഒന്നാമതായി, നമ്മുടെ തൃശ്ശൂർ തിരുഹൃദയ ദേവാലയത്തിന്, നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന്, നമ്മുടെ ഇടവകയ്ക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഇടവകയ്ക്ക് ഒരു അസിസ്റ്റന്റ് വികാരിയെ കൂടി, ഒരു കൊച്ചനെ കൂടി അഭിവിന്റെ പിതാവ് നൽകുകയാണ്. സഹവികാരിയായി നമ്മുടെ പ്രിയങ്കരനായ കൊച്ചൻ ജാംസനച്ചൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഈ വർഷം 2 കൊച്ചന്മാരുടെ സേവനമാണ് നമ്മുടെ രൂപത, നമ്മുടെ ഈ ദേവാലയത്തിന്, നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിന് നൽകുക. പുതിയ അസിസ്റ്റന്റ് വികാരിയായി നിയമിതനായിട്ടുള്ള അച്ഛൻ്റെ പേര് ഫാദർ ടോണി പിനിഹിരോ എന്നാണ്. അദ്ദേഹം കോട്ടപുരം രൂപതയിലെ അരിപ്പാലം സ്വദേശിയാണ്. അരിപ്പാലം ഇടവക അംഗമാണ്. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് വടക്കൻ പറവൂരിനടുത്തുള്ള കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിലാണ് അച്ഛനിപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശനിയാഴ്ച, അതായത് ഈ മാസം 11-ാം തീയതി ഉച്ചതിരിഞ്ഞ് 4 മണിക്കാണ് ടോണി പിനിഹിരോ അച്ഛൻ നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ, നമ്മുടെ ഇടവകയുടെ സഹവികാരിയായി ചാർജ് എടുക്കുന്നത്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനകൾ അച്ഛന് നൽകാം. അങ്ങനെ രൂപതയോടും പ്രത്യേകിച്ച് നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്ക് നമ്മുടെ 2 സഹവികാരിമാരുടെ സേവനം ഈ ഇടവകയ്ക്ക്, നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിന് നൽകുന്നതിന് പിതാവിനോടും രൂപതയോടുമുള്ള പ്രത്യേക നന്ദിയും ഈ സമയം അറിയിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ ഇടവകയുടെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയാണ് C&C, അതായത് കാറ്റഗിസം ആൻഡ് കരിയർ ഗൈഡൻസ് യൂത്ത് ഫോർമേഷൻ. നമ്മുടെ യുവാക്കളുടെ സമഗ്ര വളർച്ചയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. 2018 നമ്മുടെ കോട്ടപുരം രൂപതയുടെ മതബോധന വിഭാഗത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. നമ്മുടെ ഇടവകയിൽ അത് നടക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം കുറച്ചുകൂടി ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു പദ്ധതി നമ്മുടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുക. 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളെയും ഡിഗ്രി വിദ്യാർത്ഥികളെയും ഡിഗ്രി കഴിഞ്ഞവരെയും ഇടയ്ക്ക് വെച്ച് വിവിധ കാരണങ്ങളാൽ പഠനം നിർത്തിയവരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 15 വയസ്സിനും 30-35 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള വ്യക്തികളെ, യുവാക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു സംവിധാനമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമ്മുടെ യുവാക്കളുടെ തൊഴിൽപരവും വിദ്യാഭ്യാസപരവുമായ സാധ്യതകളെ കണ്ടെത്തുവാൻ സഹായിക്കുക, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി അവരെ മാറ്റുക, നല്ലൊരു സ്വഭാവ രൂപീകരണം നൽകുക. ഇതൊക്കെയാണ് C&Cയുടെ ലക്ഷ്യങ്ങൾ. എന്താണ് C എന്നത്? കാറ്റഗിസമാണ്, വിശ്വാസ പരിശീലനമാണ്. നമ്മൾ നാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ അവസാന ശ്വാസം വരെയും വിശ്വാസം നമ്മൾ ജീവിക്കുന്നവരാണ്, വിശ്വാസ പരിശീലനം നേടേണ്ടവരാണ്. C എന്നത് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ യുവാവായ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ യുവജനങ്ങൾ നടത്തുക. C എന്നത് ചർച്ചാണ്, സഭയാണ്. സഭയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സഭ കാണിച്ചു തരുന്ന വഴിയിലൂടെയാണ് നമ്മുടെ യുവജനങ്ങളെ നമ്മൾ നടത്തുക. C എന്നത് അതൊരു കൺവിക്ഷനാണ്, ഒരു ബോധ്യമാണ്. നല്ല ബോധ്യങ്ങൾ നമ്മുടെ യുവാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നല്ല ദർശനങ്ങൾ നൽകുക എന്നതൊക്കെ ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. ഒപ്പം തന്നെ C എന്നത് അതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു അർപ്പണമാണ്. ക്രിസ്തുവിനോട്, സഭയോട് ഞാൻ നടത്തുന്ന വലിയൊരു അർപ്പണ ചിന്ത കൂടിയാണ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു C&C പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. 2020-2021 ഈ അക്കാഡമിക് വർഷത്തെ, ഈ അധ്യയന വർഷത്തെ C&Cയുടെ ഉദ്ഘാടനം ഇന്ന് ഈ ദിവ്യബലിക്ക് ശേഷം നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ നടത്തപ്പെടുകയാണ്. ഇതിനെ പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കെല്ലാം തന്നെ നമ്മുടെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അതിൻ്റെ പ്രോഗ്രാമെല്ലാം ഇന്ന് തന്നെ അയക്കുന്നതാണ്. കുർബാന കഴിഞ്ഞ് 9:15 അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇതിൻ്റെ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അവർക്ക് ഉപകാരപ്രദമായ ടോക്കുകളുണ്ട്, സെമിനാറുകളുണ്ട്, തൊഴിൽ വാർത്തകൾ നൽകുന്നുണ്ട്, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള പ്രചോദനാത്മകമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്.
നമ്മുടെ ഇടവകാംഗമായ എപ്പോഴും സേവനസന്നദ്ധനായിട്ടുള്ള ഡോക്ടർ സോളമൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുക. നമ്മുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ക്രിസ്റ്റോ സാറുണ്ട്. ഒപ്പം തന്നെ കാറ്റഗിസം മെച്ചമായിട്ടുള്ള റോയ്സ് സാറിൻ്റെ സേവനമുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു മേഖലയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. പാരിഷ് കൗൺസിൽ അംഗങ്ങളും കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതി അംഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന കുടുംബ യൂണിറ്റ് ഭാരവാഹികളൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു. ലക്ഷ്യം ഒന്ന് മാത്രം, വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു യുവജനതയെ പടുത്തുയർത്തുക, അവരുടെ സാധ്യതകളെ കണ്ടെത്തുക, അവർക്ക് നല്ലൊരു ഭാവി നമ്മുടെ സഹായത്തിലൂടെ നടത്തുക എന്നതൊക്കെയാണ്. അതിൻ്റെ റിസൾട്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല. അത് ഗ്രാജുവലായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പരിശീലനത്തിലൂടെയൊക്കെ ലഭിക്കുന്നതാണ്. അതിന് നമ്മുടെ ഈ ദേശത്ത് നമ്മുടെ ഇടവകയിലൊക്കെ ഒത്തിരി നല്ല എക്സ്പെർട്ടുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായം നമുക്ക് നൽകുന്നുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോർക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ യുവാക്കളെല്ലാവരെയും ഈ സ്നേഹ പദ്ധതിയിലേക്ക്, ഈ സ്വപ്ന പദ്ധതിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ കോട്ടപ്പുരം രൂപതയിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളും തന്നെ ഈ മാസം 1-ാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദിവ്യബലി അർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള തൃശ്ശൂർ അതിരൂപതയിലും ദേവാലയങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ദേവാലയം നമുക്കിതുവരെയും തുറക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ പരിസരം അത് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പള്ളിക്കുളം ഡിവിഷൻ 35-ാം വാർഡ് അങ്ങനെ ആയതിനാലാണ് നമ്മളത് ചെയ്യാതിരുന്നത്. എന്നാണോ ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ നിയന്ത്രണം എടുത്തു മാറ്റുന്നത്, അതിനുശേഷം നമ്മൾ ഈ ദേവാലയത്തിലെ ബലിയർപ്പണം പൊതുജനത്തിന് വേണ്ടിയുള്ള ബലിയർപ്പണം നമ്മൾ ആരംഭിക്കുകയാണ്. എന്നാൽ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ശക്തമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. ഒന്നാമതായിട്ട് 10 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും തന്നെ ഈ കുർബാനയ്ക്ക് വരാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. തീർച്ചയായും നമ്മൾ പാലിക്കണം. രണ്ടാമതായി ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണം, നിങ്ങളുടെ കൈകളൊക്കെ വാഷ് ചെയ്യണം. ഒപ്പം തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകളൊക്കെ നിങ്ങൾ തുടയ്ക്കുക, അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വരുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. കുർബാനയ്ക്ക് 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എത്തിയിരിക്കണം. കുർബാന എല്ലാം വളരെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ആരും വിഷമിക്കാൻ പാടില്ല. കാരണം ഈ നിയന്ത്രണങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഗവൺമെൻറ് നൽകുന്നതാണെന്നുള്ള കാര്യം നമ്മളൊരിക്കലും മറക്കരുത്. നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു 3.5 മാസമായി നമ്മുടെ ദേവാലയം നമ്മളൊക്കെ അടച്ചിട്ടുണ്ട്. മാമോദീസകളും കല്യാണങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് അടുത്ത 1.5 വർഷത്തോളം എടുക്കും ഇതെല്ലാം മാറിക്കിട്ടാൻ മിനിമം. ആയതിനാൽ നമുക്ക് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ നിയന്ത്രണം, പ്രത്യേകിച്ച് ഈ ഒരു ഡിവിഷൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സോൺ നിയന്ത്രണം എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ സാവധാനം ദിവ്യബലി അർപ്പണം പൊതുജനത്തിന് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പണം നമ്മൾ തുടങ്ങുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ നൽകുന്ന ഓൺലൈൻ നമ്മുടെ ദേവാലയത്തിലെ ദിവ്യബലി അർപ്പണത്തിൻ്റെ ഓൺലൈൻ സേവനം അത് ലഭ്യമാക്കുന്നതാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. ജീവന്റെ തെളിച്ചു നീ അഭയമല്ലേ അമ്മേ, നീ അഭയമല്ലേ. വീന്റെ വെളിച്ചു ജീവന്റെ തെളിച്ചു നീ അഭയമല്ലേ അമ്മേ, നീ അഭയമല്ലേ.
ജീവന്റെ തെളിച്ചം